അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത്യുഗ്രം വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ഒടുവില് ജയപാലന്റെ മകൻ വിശാലിന്റെ നല്ല ഇടിവിട്ട് പണി കാവേരി നിവിനും എല്ലാരും കൂടെ ചേർന്ന് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അയാളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും യമുനയോട് ചെയ്തതിന് നല്ല വമ്പൻ തിരിച്ചടി തന്നെയാണ് ജയപാലനും അതുപോലെ തന്നെ രാജേശ്വരിക്കൊക്കെ കിട്ടുന്നത്. ഒടുവില് ആകപ്പാടം നാണം കെട്ട് നാറിപ്പോയി ഈ പറയുന്ന ജയപാലൻ. അയാൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ വിചാരിച്ചുകൊണ്ടിരുന്ന കാവേരിയെ പോലെ ഒരു പീറ പെണ്ണിനെ കൊണ്ട് എന്ത് നടത്താനായിട്ട് പറ്റും. അവള് അവളെ കൊണ്ട് ഒന്നും നടക്കില്ല. അവള് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന. പക്ഷെ ഒടുവില് തന്റെ മകനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജയപാലന് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ഒടുവില് ഈ പറയുന്ന കാവേരിയുടെ ഒക്കെ കാലെ കയ്യെ വീണ്ടും ഒരു ഗതികേട് ജയപാലന് ഉണ്ടാവുന്നുണ്ട്, സ്വന്തം മോനെ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. അതിനെല്ലാം ശേഷം ജയപാലന് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നി. ഒരു പീറ പെണ്ണിന്റെ മുന്നിൽ താൻ തല കുനിച്ചു, അരവിന്ദന്റെ മുന്നിൽ താൻ തല കുനിച്ചിട്ടില്ല, പിന്നെയാണ് ഇവളുടെ മുന്നിൽ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. പക്ഷെ കാവേരി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാവേരിക്കാണെങ്കിൽ മുമ്പത്തെ പോലെ ഒന്നുമല്ല, നിവിനോട് കുറച്ച് കൂടുതൽ അടുപ്പം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിവിന് കാവേരി എന്ന് വെച്ചാൽ ഭയങ്കര ജീവന. കാവേരിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടാണ് നിവിൻ നടക്കുന്നത്. അതൊക്കെ കാവേരിക്കറിയാം. കാവേരി കുറച്ചൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ ശ്രമിച്ചു. കാവേരിക്കറിയാം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാത്തൊരു ബന്ധമാണിത് താനും നിവിനും തമ്മിലുള്ള. അപ്പൊ പിന്നെ വെറുതെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്നാലും കാവേരിയുടെ ഉള്ളില് നിവിനോട് ഇഷ്ടമായിരുന്നു. കാരണം ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിവിൻ ഓടി വരും കാവേരിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ യമുനയ്ക്ക് ഒരു ആപത്തുണ്ടായി കഴിഞ്ഞപ്പോഴൊക്കെ ആണേലും അതെ, തന്റെ എന്ത് വിഷമങ്ങൾ പറയണെങ്കിലും നിവിൻ അത് സസൂക്ഷ്മം കേട്ടിരിക്കും. എന്ത് വെള്ളം ചെന്ന് പറയുകയും ചെയ്യാം. ഒരു ഫ്രണ്ട് എന്നുപരി അതിനേക്കാൾ അപ്പുറത്തേക്കൊരു ബന്ധം കാവേരിക്ക് നിവിനോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. മനസ്സരുതെന്ന് വിലക്കിയിട്ടും ആ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നതിനും. ഈ സമയം ജയപാലൻ ഒരു കാര്യം തീരുമാനിച്ചു. നിവിനും വിനീതും കാവേരിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ശരിയല്ല. പിന്നീട് രാജേശ്വരിയെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. രാജേശ്വരി, നിന്റെ മകന്റെ പോക്ക് അത്ര ശരിയല്ല, അറിയാലോ. അവൻ ആ കാവേരിയുടെ ഒപ്പം നിന്നിട്ട് നമ്മക്കിട്ട് പണി തരുവാണ്. അരവിന്ദന്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങാൻ സമയമില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കാവേരി എന്ന് പറയുന്നവള് നിന്റെ മോനെ അങ്ങോട്ട് അടിച്ചു മാറ്റും. പിന്നെ അയ്യോ പൊത്തോന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. അത് കേട്ടപ്പോ രാജേശ്വരി പറഞ്ഞു, എന്റെ കൊക്കിന് ജീവൻ ഉണ്ടാകാൻ നടക്കില്ല. അതൊക്കെ അവളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ ഈ രാജേശ്വരി ആരാന്ന് അവൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദം മുഴക്കുന്നുണ്ട് രാജേശ്വരി. ഇതിനുള്ള പരിഹാരം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. സത്യേണ്ണ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞു. അവൻ നിവിന്റെ അച്ഛനാണ്. നിവിന്റെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം, രാഗിണിയുടെ നിവിന്റെയും കൂടെ. അപ്പൊ രാഗിണി എത്തിയിട്ടില്ല. രാഗിണി ബാംഗ്ലൂരിലാണല്ലോ. അങ്ങനെ ഒടുവില് ജയപാലന് രാഗിണിയെ വിളിക്കുകയാണ്. അവളോടെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ രാഗിണിയെ വിളിച്ചിട്ട് രാഗിണിയോട് വരുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. രാഗിണി പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് അച്ഛാ, അധികം വൈകാതെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞു. ജയപാലന് സന്തോഷമായി. ഈ സമയത്ത് ഗംഗയെ ഇംപ്രസ് ചെയ്യാനായിട്ട് വിനീത് ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ കല്യാണം കഴിഞ്ഞെങ്കിൽ ഇതുവരെയായിട്ട് ഒരു ജീവിതം അവർ തമ്മിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വല വന്നുകൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെ ഒടുവില് വിനീതിന് മനസ്സിലായി ഗംഗയ്ക്ക് തന്നെ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ എന്തോ അവര് തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് മനസ്സിലായി. കാരണം ഗംഗയ്ക്ക് ഭയങ്കര പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗംഗയ്ക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹത്തോടെ ഇരുന്നവളാണ് ഗംഗ. നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരാളെയാണ് കിട്ടിയത് പോലും. വിനീതിന് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ കണക്ക് ഇവിടെയുള്ള തയ്യൽ ജോലിയൊക്കെ ചെയ്ത് കൂടുതൽ തയ്യൽമാർക്കൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. കൂടുതൽ സമ്പാദിക്കണം, അങ്ങനെ അല്ലാതെ പുറത്തേക്ക് പോകണമെന്നോ അവിടെ പോയി ജീവിക്കണമെന്നോ ഒന്നും ഒരു ചിന്തയും കാര്യങ്ങളൊന്നും വിനീതിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, എല്ലാവരും ജയപാലനും രാജേശ്വരി എല്ലാം കാത്തിരുന്നു. ഒടുവിൽ അവൾ എത്തുവാണ്, രാഗിണി എത്തുവാണ്. ബാംഗ്ലൂരിൽ നേരെ ഫ്ലൈറ്റ് ഇറങ്ങുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് കാവേരിയെ കാണുന്നത്. അപ്പൊ കാവേരി സ്കൂട്ടി ഓടിച്ചോണ്ട് പോവാണ്. കാവേരി പോകുന്ന സമയത്താണ് അവള് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വഴിക്ക് വെച്ച കുറെ സമയം ഹോൺ അടിച്ചു. അപ്പൊ കാറ് സ്വയം ഡ്രൈവ് ചെയ്തൊക്കെയാണ് രാഗിണി വരുന്നത്. അപ്പൊ ഈ സമയം കാവേരി ഓർത്ത് ഇതാരാ പോലും പുറകെ വന്നിട്ട് ഇത്രമാത്രം കിടന്ന് ഹോൺ അടിക്കുന്ന ഒരു ചിന്തയായിരുന്നു. അപ്പൊ ഒരു ഇടവഴി കൂടെ വന്നോണ്ടിരിക്കുന്നത്. കാവേരിക്ക് നല്ല ദേഷ്യം വന്നു. ഒടുവിൽ എന്ത് ചെയ്തു, രാഗിണി
ഒന്നുകൂടെ അങ്ങോട്ട് ഓൺ അടിച്ചിട്ട് പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേനും കാവേരിക്ക് പെട്ടെന്ന് ബാലൻസ് തെറ്റി കാവേരിയും വണ്ടിയും കൂടെ മറിഞ്ഞ് താഴേക്ക് വീണു. ഈ സമയത്ത് കാവേരിക്ക് നല്ല ദേഷ്യമാണ് തോന്നിയത്. അപ്പോഴേക്കും രാഗിണി പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വന്നു. രാഗിണി വന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പം കാവേരി കണ്ടു. ഓ, നീയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ രാഗിണിക്ക് അറിയാലോ കാവേരിയെ. എന്താ എന്താ ജയപാലിന്റെ മോളേന്ന് ചോദിച്ചു. നല്ല ദേഷ്യമായിരുന്നു കാവേരിക്ക്. അപ്പോഴേക്കും പറഞ്ഞു, അതെ കൊണ്ടുപോവാ, അരവിന്ദന്റെ മോൾക്ക് വേണേ ഒരു കൈസഹായം ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പതുക്കെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു കൈസഹായം വേണ്ടെന്ന് പറഞ്ഞു. എടി നീയേ കൂടുതൽ കിടന്ന് കളിക്കണ്ട, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ആണോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേമമായി പോയി. എന്റെ അച്ഛന്റെ പൈസയും കൂടെ തിന്നു കൊടുത്തല്ലേടി നീയും നിന്റെ അച്ഛനൊക്കെ നടക്കണേന്ന് കാവേരി തിരിച്ചടിച്ചൊരു ചോദ്യമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഗിണിക്ക് അടി കിട്ടിയ പോലെ. രാഗിണി പറഞ്ഞു, നീ എന്താടി പറഞ്ഞേ? അത് കേട്ടപ്പോ കാവേരി പറഞ്ഞു, കൂടുതൽ നിന്ന് ചിലക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവള് പറഞ്ഞു, എടി ഇപ്പം നിനക്കാ സംഭവിച്ച, എനിക്കല്ല സംഭവിച്ച. എന്തേ, ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞപ്പോ നീ പേടിച്ചു പോയി. ഞാൻ നിന്നെ തൊട്ടുപോലില്ല, അതിനിപ്പുറം നീ താഴെ വീണില്ലെന്ന് ചോദിച്ചു. കാവേരിക്ക് അത് കേട്ടാ വെറുതെ ഇരിക്കാൻ പറ്റുമോ? കാവേരിയുടെ സ്വഭാവമല്ലേ. കാവേരി പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി ഒരൊറ്റ ഇടിയായിരുന്നു അവളുടെ മോതകിട്ട്. പെട്ടെന്ന് അവള് താഴേക്ക് വീണു. ഈ സമയത്ത് കാവേരി കൈ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, എന്താ ജയപാലിന്റെ മോൾക്ക് അരവിന്ദന്റെ മോളുടെ കൈ സഹായം വേണോന്ന് ചോദിച്ചു. തിരിച്ചു ചോദിക്കണം. ശരിക്കും ഭ്രാന്തിളകിപ്പോയി രാഗിണിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ കൈക്കരുത്ത് എന്താന്ന് ശരിക്കും അറിഞ്ഞു. ഒടുവിൽ നാണം കേട്ട് പതുക്കെ എഴുന്നേക്കുവാണ് രാഗിണി. രാഗിണി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി എന്നിട്ട് പറഞ്ഞു, ഇതേ ഇമാതിരി അഭ്യാസമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ, കാവേരി ആരാന്ന് നീ ശരിക്കും തിരിച്ചറിയും. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാവേരി സ്കൂട്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയി. ദേഷ്യം വരുന്ന രാഗിണിക്ക്. അങ്ങനെ രാഗിണി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ജയപാലിനും പ്രവീണും എല്ലാം കാത്തിരിക്കുമായിരുന്നു. ആരതി കുഴിഞ്ഞാണ് അകത്തേക്ക് സ്വീകരിക്കുന്നത്. ആ സമയത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു രാഗിണിക്ക്. രാഗിണി പിന്നീട് കാവേരിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. വരുന്ന വഴിക്ക് ഞാൻ അവളെ കണ്ടായിരുന്നു, ആ കാവേരി എന്ന് പറയുന്നവളെ. അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്ഛാ, അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ജയപാലൻ പറഞ്ഞു, മോളെ നീ ഒന്ന് അടങ്ങ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അവൾക്കുട്ടുള്ള പണി നമ്മൾ എന്താണെങ്കിലും കൊടുക്കുന്നുണ്ട്, അതൊരു ഒന്നൊന്നര പണിയായിരിക്കും എന്ന് പറഞ്ഞു. രാഗിണിയുടെ നിവിന്റെ അങ്ങോട്ട് കല്യാണം നടക്കുവാണെങ്കിൽ അത് കാവേരിക്കിട്ടുള്ള പണിയാന്ന് ജയപാലൻ അറിയായിരുന്നു. അങ്ങനെ രാഗിണി വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാജേശ്വരിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീടാണ് നിവിന്റെ അച്ഛൻ വരുന്നത്. നിവിന്റെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജേശ്വരി പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം നടത്തണം. ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇനി കല്യാണം നടത്തിയിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ കൈവിട്ടു പോകും സത്യേട്ടാ. പിന്നെ നമ്മൾ അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടൻ പറഞ്ഞു, എങ്കിൽ ശരി, എത്രയും പെട്ടെന്ന് തന്നെ നടത്തിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നിവിനോട് പോലും പറയാതെയാണ് അവര് രാഗിണിയുടെ വീട്ടിലേക്ക് വരുന്നത്, ജയപാലിന്റെ വീട്ടിലേക്ക് വരുന്നത്. രാഗിണി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ജയപാലൻ പറഞ്ഞു, മോളെ നിന്റെ കല്യാണം ഞങ്ങളങ്ങ് നടത്താൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അല്ല ചെക്കൻ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെക്കൻ ആരാ നിനക്ക് അറിയത്തില്ലേ? അത് നിവിനാന്ന് പറഞ്ഞു. ആ സമയം രാജേശ്വരി പറഞ്ഞു, മോളെ ഇനി കാത്തിരിക്കാനൊന്നും പറ്റില്ല, അറിയാലോ, എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തത്തില് നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. രാഗിണിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. നിവിനെ പോലുള്ള ചെറുപ്പക്കാരനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അവൾക്കും താല്പര്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് നിവിൻ അറിഞ്ഞപ്പോ നിവിന് നല്ല ദേഷ്യം തോന്നിയത്. നിവിൻ എതിർത്തു, എനിക്ക് കല്യാണമൊന്നും വേണ്ട. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ? എനിക്കിഷ്ടമുള്ള ആളെയല്ലേ ഞാൻ വിവാഹം കഴിക്കുന്നേ, അല്ലാതെ ഒരാളെയും കൂടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിവിൻ കുറെ ദേഷ്യപ്പെട്ടു. ആ സമയത്ത് കുറെ ചീത്ത പറഞ്ഞു അവര്. അതെ, മര്യാദയ്ക്ക് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, ഞങ്ങൾ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി എന്നൊക്കെ രാജേശ്വരി പറഞ്ഞു. നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് അറിയാടാ, അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അതെന്താണെങ്കിലും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായച്ചു കളഞ്ഞേരെന്നൊക്കെ പറഞ്ഞു. നിവിന് ഭയങ്കര സങ്കടമായിരുന്നു. കാവേരി വിവാഹം കഴിക്കാന്നോർത്ത് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരുന്നായിരുന്നല്ലോ. പിന്നീട് നിവിനെ കാണാനായിട്ട് രാഗിണി വരുന്നുണ്ട്. അങ്ങനെ രാഗിണി വന്നിട്ട് നിവിനുമായിട്ട് സംസാരിക്കുകയാണ്. നിവിനോട് പറഞ്ഞു, നമുക്ക് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിവിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ നിർബന്ധിച്ച് നിവിനെ വിളിച്ചോണ്ട് പോവാണ്. നിവിനാണെങ്കിലോ അവളെ ബൈക്കിന് പിന്നിൽ കയറ്റാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാർ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ബൈക്ക് മതി എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേനും രാഗിണിയുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറി. അവിടെ നിവിനെ പുറയുന്ന ബൈക്കിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. നിവിനെ കൈയൊക്കെ തട്ടി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവള് സമ്മതിച്ചില്ല. ഈ സമയത്ത് ഗംഗ കടയിൽ പോയിട്ട് പോകുന്നേ. തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. നിവിന്റെ പിന്നിൽ കെട്ടിപ്പിടിച്ച് രാഗിണി ഇരിക്കുന്നത്. അത് ഗംഗ കണ്ടു. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം. അപ്പം ഇവനും ഇവളും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പൊ ഗംഗയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, കാവേരിയുടെ പിന്നാലെ നിവിൻ നടക്കുന്നുണ്ടോന്ന്. അവൻ തന്റെ അനുജത്തിയെ
ചതിക്കാനുള്ള പുറപ്പാടാന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു ഗംഗയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഗംഗ വീട്ടിലേക്ക് വന്നിട്ട് കാവേരി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നിവിന്റെ രാഗിണിയുടെയും വിവാഹമാണെന്ന് തോന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ കാവേരി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ഗംഗ ചേച്ചിന്ന് പറഞ്ഞു. ഉണ്ട്, നിവിനും അവനും തമ്മിൽ പ്രേമമൊക്കെയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാവേരിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. കാവേരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് നിവൻ വിളിച്ചു കഴിഞ്ഞിട്ട് കാവേരി ഫോൺ പോലും എടുത്തില്ല. നിവിന് കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല. നിവിൽ നിന്ന് അകന്നു മാറാനായിട്ട് കാവേരി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ താനായിട്ട് അവരുടെ ഒരു ബന്ധത്തിന് തടസ്സം നിൽക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് കാവേരിയോട് പ്രതികാരം ചെയ്യാനായിട്ട് രാഗിണി തീരുമാനിക്കുകയാണ്. താൻ വന്നിറങ്ങിയ സമയത്ത് തന്നെ ഇൻസൾട്ട് ചെയ്തല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു, കാവേരിക്കിട്ട് പണി കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേങ്കില് കാവേരി ആരാ മോള്, അങ്ങനെ പെട്ടെന്നൊന്നും കാവേരിയെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം പിന്നീടാണ് രാഗിണി തിരിച്ചറിയുന്നത്. ഒരു പണിക്ക് 9 പണിയായിട്ട് തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. അത് മാത്രമല്ല ജയപാലിനെ സഹിതം കാവേരി വെല്ലുവിളിക്കുകയാണ്. ജയപാലിനെ കാരണം ജയപാലിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് കാവേരിക്ക് അറിയായിരുന്നു. അപ്പൊ അയാൾ എങ്ങനെ പോയി എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഓരോ ദിവസം അയാളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുന്നതിന് ശപഥം ചെയ്ത പോലെയായിരുന്നു കാവേരി. അയാളെ കൊണ്ട് പണി കൊടുക്കാൻ കിട്ടിയ ഓരോ അവസരം നന്നായിട്ട് തന്നെ വിനിയോഗിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് അയാൾ മാക്സിമം കാവേരി യമുനയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം കാവേരി ആ കുടുംബത്തെ രക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.